ഡിഗ്രി മെയിൻസ് പരീക്ഷയ്ക്ക് ഇനി 3 മാസം കൂടി മാത്രമേ ഉള്ളൂ. ഓഗസ്റ്റ് മാസം ഡിഗ്രി മെയിൻസ് ആരംഭിക്കുകയാണ്. ആരൊക്കെയാണ് പഠിച്ചു തുടങ്ങേണ്ടത്? അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഡിഗ്രി പ്രിലിംസിന്റെ ആദ്യ സ്റ്റേജ് കഴിഞ്ഞു, രണ്ടാം സ്റ്റേജ് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, പിന്നെ എങ്ങനെയാണ് ആരൊക്കെ പഠിക്കുക എന്ന് പറയുന്നത്? മക്കളെ, കഴിഞ്ഞ വർഷത്തെ എക്സാമിന്റെ, അതായത് ലാസ്റ്റ് നടന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വെച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ആരൊക്കെ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങണം, എന്തുകൊണ്ട് നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണമെന്ന്. അതിന് ആദ്യത്തെ കാര്യം, കഴിഞ്ഞ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയുടെ പ്രിലിംസിന്റെ കട്ട് ഓഫ് 39 മാർക്കായിരുന്നു. മെയിൻസിലേക്ക് വന്നാലോ 43 മാർക്കായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ മെയിൻസിന്റെ കട്ട് ഓഫ്. ഇപ്പോഴത്തെ ഫസ്റ്റ് ഫേസിന്റെ, അതായത് പ്രിലിംസിന്റെ ആദ്യ സ്റ്റേജ് പരിശോധിച്ച് നോക്കിയാൽ 42നും 50നും ഇടയിലുള്ള, അല്ലെങ്കിൽ 42 മുതൽ 50നും ഇടയിലൊക്കെ വാങ്ങിച്ച കുട്ടികളാണെങ്കിൽ നിങ്ങൾ അത്യാവശ്യം സേഫ് സ്കോറിലേക്ക് എത്തി എന്ന് തന്നെ നമുക്ക് വിചാരിക്കാനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾക്ക് 50ന് മുകളിൽ മാർക്ക് ഉണ്ടെങ്കിൽ കണ്ണും പൂട്ടി മക്കളെ പഠിച്ചു തുടങ്ങിക്കോ, ഒരു സംശയവും വേണ്ട. ഉറപ്പായും നിങ്ങൾക്ക് ഈ മെയിൻസ് എക്സാം എഴുതാൻ പറ്റുമെന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നമ്മുടെ കോൺഫിഡൻസ് തന്നെയാണ്. നമ്മളിപ്പോൾ ചിന്തിച്ചിരിക്കുകയാണ്, എനിക്ക് പ്രിലിംസ് കിട്ടുമോ, ഷോർട്ട് ലിസ്റ്റ് വരട്ടെ, ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം മാത്രം പഠിച്ചു തുടങ്ങാം. അങ്ങനെയാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ മക്കളെ, നിങ്ങൾ ഉറപ്പിച്ചോടാം, മെയിൻസ് നിങ്ങളുടെ കൈ അകലം ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയായിരിക്കും. അടുത്ത 5 വർഷത്തിനിടയ്ക്ക് മക്കളെ, അടുത്ത 5 വർഷത്തിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്ന ആ വർഷം ഈ വർഷമാണ്. അതായത് ഡിഗ്രി ലെവലിൽ തന്നെ ഏറ്റവും അധികം വേക്കൻസികൾ വരുന്ന പരീക്ഷകളുള്ളത് 2026-ലാണ്. അതുകൊണ്ട് ഈ അവസരം ഒരിക്കലും വിട്ട് കളയാതെ മുറുക്കി പിടിച്ചോണം. ഇനി ഞാൻ പഠിച്ചു തുടങ്ങണമെന്ന് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, SBCID, സബ് ഇൻസ്പെക്ടർ തുടങ്ങിയ ഏതാണ്ട് 7 or 8 പരീക്ഷകൾ എല്ലാവർക്കും എഴുതാനായിട്ട് ഇതിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അത്യാവശ്യം നല്ല ഒരു ജോലി സാധ്യത ഒന്നിലല്ലെങ്കിൽ മറ്റൊന്നിൽ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അപ്പം ആ ഒരു കാര്യം കൂടി മനസ്സിൽ വെച്ച് എന്ത് ചെയ്തേക്കാം, പഠിച്ചു തുടങ്ങിക്കൊടുക്കുക. ഇനി 3 മാസമാണ് നമ്മുടെ മുന്നിൽ മെയിൻസിന് വേണ്ടിയിട്ടുള്ളത്. ഇപ്പൊ പഠിച്ചു തുടങ്ങണമെന്ന് പറയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും അത് തന്നെയാണ്. കാരണം ഓഗസ്റ്റ് മാസത്തിലാണ് മെയിൻസ് പരീക്ഷകൾ ആരംഭിക്കുന്നത് എങ്കിൽ സബ് ഇൻസ്പെക്ടറൊക്കെയാണ് സാധാരണഗതിയിൽ മെയിൻസ് പരീക്ഷകൾ ആരംഭിക്കാം. അപ്പം സബ് ഇൻസ്പെക്ടർ, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, അങ്ങനെ ഒരു നീണ്ട നിര അടുപ്പിച്ച് മെയിൻസ് എക്സാമുകൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാണ് എന്നുണ്ടെങ്കിൽ ഏതാണ്ട് 50% എല്ലാത്തിലെയും ടോപ്പിക്കുകൾ കോമൺ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് അതിന്റെ കാരണം. അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റിലായാലും യൂണിവേഴ്സിറ്റിയിലായാലും സബ് ഇൻസ്പെക്ടറിലായാലും എക്സൈസിലായാലും ഒക്കെ ഏതാണ്ട് ഓരോ പരീക്ഷയുടെ 50% കോമൺ ടോപ്പിക്സ് ആയിരിക്കും. നമ്മൾ പ്രിലിംസിൽ പഠിച്ച അതേ ടോപ്പിക്കുകൾ തന്നെ ആയിരിക്കും. ആ ടോപ്പിക്കുകൾക്ക് പ്രോപ്പർ റിവിഷൻ കൊടുത്താണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്കിലും ഉറപ്പായിട്ടും ഒരു ബ്ലോക്ക് ഇല്ലാണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. പിന്നീട് മെയിൻസിന്റെ പ്രോപ്പർ സിലബസ് വരുമ്പോൾ തന്നെ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്സും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓൾറെഡി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെയും കമ്പനി ബോർഡിന്റെയും ഒക്കെ സ്പെഷ്യൽ ടോപ്പിക്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സ്ട്രാ ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. അപ്പൊ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോഴേ പഠിച്ചു പോകാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങളുടെ മുൻപിലുള്ള അവസരം അത് ചെറുതല്ല. നിങ്ങൾ കട്ട് ഓഫ് വരട്ടെ, പ്രിലിംസ് ക്ലിയർ ആവട്ടെ, അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് വരട്ടെ എന്നാണ് വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും മക്കളെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ അവസരം ഇങ്ങനെ മുന്നോട്ട് പൊക്കോണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ മൊമെന്റിൽ തന്നെ, ഈ റൈറ്റ് മൊമെന്റിൽ തന്നെ പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രമിക്കാം. അതിന് വേണ്ടിയിട്ട് മെയ് മാസം 18-ാം തീയതി സൂപ്പർ നോട്ട്സ് ഒരു ഡിഗ്രി ലെവൽ മെയിൻസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് 2 ബാച്ചുകളിലായിട്ടാണ് നമ്മൾ ആരംഭിക്കുക. അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, SBCID, ഈ 3 പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഒരു ബാച്ചും, സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് ജയിലർ, ഈ പരീക്ഷകൾക്ക് വേണ്ടി മറ്റൊരു ബാച്ചുമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മറ്റ് പല സ്ഥാപനങ്ങളും ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതെല്ലാം കൂടി ചേർത്ത് ഡിഗ്രി ലെവൽ മുഴുവൻ കോഴ്സുകൾക്കും കൂടി ഒരൊറ്റ ബാച്ച് എന്ന് നിങ്ങൾ കാണും. അല്ലെങ്കിൽ ചിലപ്പോൾ വളരെ തുച്ഛമായ തുകയ്ക്ക് 7000 രൂപയ്ക്കും 700 രൂപയ്ക്കും 900 രൂപയ്ക്കും 1000 രൂപയ്ക്കും ഒക്കെ മെയിൻസ് ബാച്ചുകൾ നിങ്ങൾ കാണും. അവിടെ നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ഉറപ്പ് വരുത്തിക്കണം. അതായത് നിങ്ങൾക്ക് ഇതിന്റെ എല്ലാം സ്പെഷ്യൽ ടോപ്പിക്കുകൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കേണ്ടി വരും. ഫോഴ്സ് പരീക്ഷകളുടെ പാറ്റേണിലാവരുത് നിങ്ങൾ ജനറൽ പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വെയിലായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ 2 ബാച്ചുകളായിട്ടിരിക്കുന്നത്. ഈ 2 ബാച്ചുകളിലും പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് മെന്റർഷിപ്പ് തരാൻ 2 പേരുണ്ടാവും. അതായത് ഓരോ ബാച്ചിലും നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് മെന്റേഴ്സും ഉണ്ടാവും. അപ്പം ഓരോ പരീക്ഷയുടെയും പൾസ് അറിയാവുന്ന, ഓരോ പരീക്ഷയെക്കുറിച്ചും കൃത്യമായ ധാരണയുള്ള, ഫോഴ്സ് പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് അവിടെ കൃത്യമായി നിങ്ങളെ നയിക്കാൻ കഴിയുന്ന ആളുകൾ അവിടെ കാണും, ജനറൽ ബാച്ചുകൾക്ക് അവിടെ കാണും. അപ്പൊ ആ ഉറപ്പ് സൂപ്പർ നോട്ട്സ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നോട്ട്സിന്റെയും ക്ലാസ്സുകളുടെയും ക്വാളിറ്റി നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. നമ്മുടെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസിനെ തന്നെയാണ് നമ്മൾ ഈ ബാച്ചുകൾക്ക് വേണ്ടിയിട്ട് നിരത്തിയിട്ടുള്ളത്. ദെൻ അതുകൂടാതെ തന്നെ ഏറ്റവും മികച്ച നോട്ടുകൾ, ഡീറ്റെയിൽഡ് നോട്ടുകൾ, ഒരു മെയിൻസിന് ഒരു വിദ്യാർത്ഥി എങ്ങനെ തയ്യാറെടുക്കണമെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ആ പാറ്റേണിലുള്ള നോട്ടുകളും അതിന് എക്സാമുകളും അടങ്ങുന്നതായിരിക്കും ഈ ഒരു ബാച്ച്. അപ്പം ഒരു ബ്ലോക്കും ഇല്ലാതെ സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷയിൽ സൂപ്പർ നോട്ട്സ് നേടിയ അതിനേക്കാൾ കൂടിയ വിജയം
2027 വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിലൂടെ നിങ്ങളുടെ മുൻപിലേക്ക് സൂപ്പർ നോട്ട്സ് തരാൻ പോവാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇനി അധികം സമയമില്ല, ധൈര്യമായിട്ട് ബാച്ചിൽ ജോയിൻ ചെയ്തോ. മെയ് 18 ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം തന്നെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം. അങ്ങനെയാണെങ്കിൽ ആദ്യം മുതൽക്ക് തന്നെ നിങ്ങൾക്ക് കൃത്യമായി പഠിച്ചു പോകാൻ പറ്റും. ഇടയ്ക്ക് കയറിയ പ്രശ്നം വരത്തില്ല, ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോകുന്ന പ്രശ്നം വരത്തില്ല. തുടക്കം തൊട്ട് തീയായിട്ട് 2027 നിങ്ങൾ കാത്തിരുന്ന ആ ദിനത്തിന് വേണ്ടി മക്കൾ ഇപ്പൊ തൊട്ട് പരിശ്രമിച്ചു തുടങ്ങാം. ഇനി നിങ്ങളോട് ഞാൻ പറയുന്നത് വെറും 3 മാസത്തെ അധ്വാനത്തിന്റെ കാര്യമാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത് വെറും 3 മാസത്തിന്റെ അധ്വാനത്തിന്റെ കാര്യമാണ്. ഈ 3 മാസം നിങ്ങളൊന്ന് നന്നായി പണിയെടുത്താൽ ഒരു പക്ഷേ 3 വർഷമല്ല, 30 വർഷമല്ല, സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ പോകുന്നത് ഒരു ജീവായുസ് മുഴുവനായിരിക്കും. നമുക്ക് ക്ലാസ്സിൽ കാണാം മെയ് 18.